CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്നവകാശപ്പെടുന്ന ഡയറി തന്നെയാണ്. സാധാരണ ബിസിനസ് ആളുകളെല്ലാം ഇത്തരത്തിൽ ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രേക്ഷകരെല്ലാവരും വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കരുതുന്നത് പോലെ CJ റോയിയുടെ ആത്മഹത്യയ്ക്ക് മുൻകൂട്ടി കരുതി ആ ഡയറിയിൽ കണക്കുകൾ എഴുതിയതല്ല, മറിച്ച് തനിക്ക് ആരൊക്കെ പണം നൽകാനുണ്ട് എന്ന വലിയ ബിസിനസ്സുകാരൊക്കെ തന്നെയും ഡയറിയിൽ കുറിച്ചെഴുതും. അത് മറ്റുള്ളവർക്ക് അറിയാനുള്ള എളുപ്പത്തിന് വേണ്ടി തന്നെയാണ്. മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറിച്ച് അവർ സ്ഥലത്തില്ലാത്തപ്പോഴാണ് ഒരാൾ പണം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത് അറിയേണ്ട ആവശ്യമെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറി ഒരു ആത്മഹത്യാക്കുറിപ്പായി കാണാൻ സാധിക്കില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്ത 9 പേജുള്ള ഡയറി കുറിപ്പുകൾക്ക് ആത്മഹത്യയുടെ നിലപാടുമായി ബന്ധമില്ലെന്നും ആത്മഹത്യക്കുറിപ്പുമായി നിയമപരമായി കണക്കാക്കാനാവില്ലെന്നുമുള്ള നിലപാടാണ് ബാംഗ്ലൂർ പോലീസ് തന്നെ ഇപ്പോൾ നിലവിൽ കൊണ്ടുവരുന്നത് എന്ന് പറയാം. മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കണ്ടെടുത്തതെന്ന സാങ്കേതിക വശമാണ് പോലീസിനെ തന്നെ ഈ നിഗമനത്തിലേക്ക് എത്തിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. ഇതോടെ തന്നെ മരണത്തിന് പിന്നിൽ മറ്റ് അസ്വാഭാവിക കാരണങ്ങളുണ്ടോ എന്നതിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴികളിൽ വൈരുദ്ധ്യം കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മരണദിവസം റോയ് ഓഫീസിലെത്തിയ സമയം സംബന്ധിച്ചാണ് പ്രധാന തർക്കം. MDTA ജോസഫിൻ്റെ മൊഴി പ്രകാരം ജനുവരി 30 ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ തനിക്കൊപ്പമാണ് റോയ് ഓഫീസിലെത്തിയത്. എന്നാൽ സുരക്ഷാ ജീവനക്കാരൻ്റെ മൊഴി ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ റോയ് ഓഫീസിലെത്തിയിരുന്നു എന്നാണ്. ഈ 1 മണിക്കൂർ സമയത്തിനിടയിൽ റോയ് ആരോടൊക്കെ സംസാരിച്ചു എന്നതിലോ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയോ എന്നതിലോ ഇതുവരെ വലിയ വ്യക്തതയൊന്നും വന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ റോയിയുടെ ക്യാബിനിൽ അദ്ദേഹം എപ്പോഴാണ് പ്രവേശിച്ചതെന്നും CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. റോയിയുടെ ഓഫീസിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് മനം നൊന്തുള്ള കുറിപ്പുകൾ അടങ്ങിയ ഡയറി കണ്ടെത്തിയത്. നിക്ഷേപകരെ, ജീവനക്കാരെ കുടുംബം കൈവിടരുത് എന്ന വൈകാരികമായ അഭ്യർത്ഥന ഇതിലുണ്ട്. കമ്പനിയുടെ തന്നെ ഭാവി ഇടപാടുകളെക്കുറിച്ച് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണമെന്ന വരികൾ അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നതിൻ്റെ തെളിവായി പോലീസ് കാണുന്നു. എങ്കിലും ഇത് മരണത്തിന് തൊട്ടു മുൻപ് എഴുതിയതാണോ എന്ന് ഉറപ്പിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകൾ തന്നെ ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ മരണക്കുറിപ്പ് അദ്ദേഹം മരിക്കാൻ വേണ്ടി എഴുതിയതാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണോ എന്നോ ഒറ്റയടിക്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലരെല്ലാവരും ഡയറിയിൽ ഇത്തരത്തിൽ എഴുതുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന മനുഷ്യർ. അത്തരത്തിൽ അദ്ദേഹം എഴുതിയതാകാം ഒരു പക്ഷേ. എന്തു തന്നെയായാലും അദ്ദേഹം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപോ മിനിറ്റുകൾക്ക് മുൻപോ ഇത് എഴുതിയതല്ല എങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണ് എന്ന് കുറിപ്പിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.